നല്ല സന്തോഷമുള്ള ഒരു ദിവസം കേട്ടോ. അതിന് തക്കതായ കാരണമുണ്ട്. ഇതാ കാരണം നമ്മളെ കൊച്ചുണ്ടായപ്പറിൻ്റെ പിറന്നാളാണ് കേട്ടോ, ചേച്ചീൻ്റെ കുട്ടീൻ്റെ. ഞാൻ അവളോട് പറഞ്ഞ് രാവിലെ എത്തിക്കൊണ്ട് അമ്മയച്ഛനും പിന്നെ തലേന്ന് അവിടെ ഹാജരായിക്കണേ. ഞാൻ നല്ല കാലാവസ്ഥയുണ്ട്, വണ്ടി എടുത്ത് വേഗം പോകുന്നു. കാലാവസ്ഥ എപ്പോഴാണ് മാറാൻ അറിയിട്ടില്ല, ചിലപ്പോൾ മഴയാവും ചിലപ്പോൾ വെയിലാവും, അങ്ങനെ തന്നെ മാറി കളിക്കില്ലേ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നല്ല സന്തോഷം കേട്ടോ. അതാ വരുന്ന ആളെ കണ്ടില്ല, ഇങ്ങനെ നടക്കണം നോക്കണ്ട, ഭയങ്കര ഗജ പോക്കിരി സാധനമാണ്. ഏട്ടൻ പോവാണെങ്കിൽ ഇത് ഭയങ്കര ആള്. എന്നാൽ ഞാനും അളിയനെ നേരെ പോയി ഫുഡും കേക്ക് ഓർഡർ ചെയ്തിന്. അത് മേടിച്ചുകൊണ്ടുവന്ന് ഞങ്ങളൊരു 12 മണിയാകുമ്പോൾ ചെറുതായിട്ട് കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങി. വലിയ പരിപാടി കാര്യങ്ങളോ അങ്ങനെ ആളുകളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ രണ്ട് വീട്ടുകാർ മാത്രമേ ഉള്ളൂ, പിന്നെ വലിയ ഇതാക്കി നടത്തിയിട്ടൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ വൈക്ക് മുറിച്ച് ഇതാക്കണം. ഓരോരുത്തർ പരസ്പരം ചെക്കനെ അങ്ങോട്ട് കൊടുക്കാൻ നോക്കി. ചെക്കൻ എന്തോ കുറേ നന്തം വിട്ട് നോക്കിക്കണ്ട്. ഇനി കുറേ കേൾക്കുമ്പോൾ പിടിച്ച് എന്തെങ്കിലും കളിക്കുക വെച്ച് ചെറുത്. പിന്നെ ചേച്ചി കേൾക്കുമ്പോൾ തന്നെ കേട്ടോ നോട്ടെ, ഇടയ്ക്കൊന്ന് വാരി തിന്നാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അങ്ങനെ തിന്നുക കഴിയും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്ത് നേരെ നമ്മളെ സദ്യ ഉണ്ട് പരിപാടി. അല്ലാതെ ചിക്കൻ അങ്ങനത്തെ തിന്നില്ല, പിറന്നാളല്ല, അതിനോട് സദ്യ ആക്കി. അത് ചെറുതായ രീതിയിൽ അങ്ങോട്ട് കഴിച്ച്, അത് സദ്യ അങ്ങോട്ട് കഴിച്ച് തിന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല, കാലാവസ്ഥ മാറി, നല്ല കാറ്റും മഴയും. അത് നല്ല ആസ്വദിച്ചോണ്ടിരുന്നു. അവിടെ പിന്നെ കുറച്ച് മലേൻ്റെ മുകളിലൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഇതാട്ടോ, കാണാൻ ഭയങ്കര ഇതാണെങ്കിലും ഇത് പേടിച്ച് നിൽക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. വെള്ളം പൊങ്ങണതും അതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം കേട്ടോ. പിന്നെ ഞാനത് കാത്ത് നിന്ന് കുറച്ച് നേരം മഴയൊക്കെ നിന്നപ്പോൾ ഞാൻ എല്ലാം അങ്ങോട്ട് പോകും.